മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളുടെ വിവരമുണ്ട്. ബ്രോ സുഖാണോ അവിടെ? സുഖമായിട്ടിരിക്കുന്നു ബ്രോ. അപ്പോ ബാഴ്സലോണയുടെ പുതിയ സീസൺ തുടങ്ങാൻ ഇനി കുറച്ച് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഒരുപാട് ട്രാൻസ്ഫർ ന്യൂസ് ഒക്കെ കേൾക്കുന്നുണ്ട്. ആദ്യം തന്നെ നമുക്ക് നിക്കോ വില്യംസിന്റെ ആ ഒരു സാഗ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. പുള്ളി വരുന്നു, പുള്ളിയുടെ ക്ലോസ് ഒക്കെ ഓൾമോസ്റ്റ് ഫൈനലൈസ് ആയി എന്നുള്ള ന്യൂസ് ഒക്കെ കേൾക്കുന്നുണ്ട്. എന്താണ് ബ്രോ ഒരു ലേറ്റസ്റ്റ് ന്യൂസ്? നിക്കോ വില്യംസിനെ കഴിഞ്ഞ വർഷം മുതലേ ബാഴ്സ നോക്കിയതാണ്. കഴിഞ്ഞ വർഷം ജെനുവിൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്ന ഒരു പ്ലെയർ ആയിരുന്നു. പക്ഷെ പ്ലെയറിന് ലൈക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ, കളിക്കാൻ പറ്റുമോ എന്നുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ അന്ന് അത്ലറ്റിക്കോ ബിൽബാവോ യൂറോപ്പ ലീഗ് കളിക്കുന്നതുകൊണ്ട് പുള്ളി ആ ബാക്ക് റീജനിൽ നിന്നുള്ള പ്ലെയർ ആയതുകൊണ്ട് പുള്ളിക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു അവരുടെ കൂടെ യൂറോപ്പ ലീഗ് കളിക്കാനൊക്കെ, യൂറോപ്പിൽ കളിക്കാൻ. അതുകൊണ്ടാണ് ആ സീസണിൽ നിക്കോ വില്യംസ് വരായിരുന്നത്. പക്ഷെ ഈ സീസണിൽ ബാഴ്സ അതുകൊണ്ട് തന്നെ വലിയ ഇൻട്രസ്റ്റ് ലാസ്റ്റ് സീസണിൽ നിക്കോ വില്യംസിനെ ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് നിക്കോ വില്യംസ് റിജക്ട് ചെയ്യുമായിരുന്നു ബാഴ്സലോണയെ. അതുകൊണ്ട് വലിയ ഇൻട്രസ്റ്റ് ബാഴ്സലോണ കാണിച്ചില്ല. പക്ഷെ ലാസ്റ്റ് വീക്ക് നിക്കോ വില്യംസിന്റെ ഏജന്റ് ഡയറക്റ്റ് വന്ന് ബാഴ്സലോണയായിട്ട് മീറ്റിംഗ് നടത്തുന്നു. നിക്കോ വില്യംസിന് ബാഴ്സ കളിക്കാൻ താല്പര്യമാണെന്ന് പറയുന്നു. നിക്കോ വില്യംസിന്റെ ഫ്രണ്ട്സ് ഒക്കെ ബാഴ്സലോണയിലാണെന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ വീണ്ടും ലൈക്ക് ആ റൂമർ വരുമായിരുന്നു. ഇപ്പൊ ക്രെഡിബിൾ ആയിട്ടുള്ള മീഡിയസിൽ നിന്നൊക്കെ റിപ്പോർട്ട് വരുന്നുണ്ട്. ഒരു പ്രീ കോൺട്രാക്ട് വെർബൽ അഗ്രിമെന്റ് ആയി എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. ഇനി എനിക്ക് തോന്നുന്നു ബാഴ്സ നിക്കോ വില്യംസിനെ സൈൻ ചെയ്യും. കാരണം അത്ലറ്റിക്കോ ബിൽബാവോയ്ക്ക് റിലീസ് ക്ലോസ് കൊടുത്താൽ മതി. അത് ഫിക്സഡ് ആയിട്ടുള്ള റിലീസ് ക്ലോസ് ആണ്. ഇപ്പൊ നെഗോസിയേഷന്റെ ഒന്നും കാര്യമില്ല. പിന്നെ രജിസ്റ്റർ ചെയ്യുക എന്നുള്ള പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. ഇത് ലൈക്ക് ജോൺ ഗാർസിയയുടെ എടുത്ത പോലെ തന്നെ കുറച്ച് ടൈം എടുത്താലും ഈ വിൻഡോയില് നിക്കോ ബാഴ്സലോണയിൽ കളിക്കുമെന്നാണ് തോന്നുന്നത്. ബ്രോ, ലൂയിസ് ഡിയാസുമായിട്ട് ഒരുപാട് ലിങ്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു അണ്ടർ ചാനൽ ഡിസ്കഷൻ ഒക്കെ നടന്നു എന്ന് കേൾക്കുന്നുണ്ട്. പക്ഷെ എന്താണ്, പ്രൈസ് ആണോ പ്രശ്നം, പുള്ളിയുടെ പ്രയോറിറ്റീസ് ആണോ, എന്താണ് പ്രശ്നം? ലൂയിസ് ഡിയാസ് ലിവർപൂളിൽ നിന്ന് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ടായിരുന്നു. പുള്ളിയുടെ ഒരു പ്രിഫറൻസ് ബാഴ്സലോണ ആയിരുന്നു. ലൂയിസ് ഡിയാസിലും ബാഴ്സലോണയുടെ ടോപ്പ് പ്രയോറിറ്റി ലൂയിസ് ഡിയാസ് ആയിരുന്നു ഈ വിൻഡോയില്. പക്ഷെ ലൂയിസ് ഡിയാസിന് ലിവർപൂളുമായിട്ട് ടോക്ക് ചെയ്തപ്പോൾ അവര് ചോദിച്ച പ്രൈസ് ഭയങ്കര ഹൈ ആണ്. പ്രത്യേകിച്ച് 28 ഇയേഴ്സ് ഓൾഡ് ആയ ഒരു പ്ലെയറിന് 80 മില്യൺ ഒക്കെ കൊടുക്കുക എന്ന് പറയുന്നത് ബാഴ്സലോണയുടെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. പിന്നെ അതുമല്ല ലൂയിസ് ഡിയാസ് ഇതുവരെ ലൂയിസ് ഡിയാസിന് ബാഴ്സലോണയ്ക്ക് വരണമെന്ന് താല്പര്യമുണ്ട്. പക്ഷെ അത് ലിവർപൂളുമായിട്ട് ഒരു പ്രഷർ, ബാഴ്സലോണയ്ക്ക് ട്രാൻസ്ഫർ വേണമെന്ന് ലൂയിസ് ഡിയാസ് പ്രഷർ ചെയ്യുന്നതായിട്ട് റിപ്പോർട്ട് വരുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോ ലൂയിസ് ഡിയാസിനേക്കാൾ കൂടുതൽ പ്രാധാന്യം എനിക്ക് തോന്നുന്നു ബാഴ്സലോണ നിക്കോ വില്യംസിന് കൊടുക്കുന്നത്. അതെ, ഇപ്പോ എ സി മിലാന്റെ പ്ലെയർ ആയിട്ടുള്ള ഇപ്പോ റാഫേൽ ലിയോന്റെ ഒരു റൂമർ കേൾക്കുന്നുണ്ട്. അത് മാത്രമല്ല, ആരൂഹോ അങ്ങോട്ട് പോകും, ഒരു സാബ്ഡിയിലൊക്കെ പോകുന്നൊക്കെയുള്ള ന്യൂസ് ട്വിറ്ററിലും പലതരത്തിലുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടു. ഇപ്പൊ എന്തെങ്കിലും ന്യൂസ് ഉണ്ടോ? വേറെ ന്യൂസ് കേൾക്കുന്നതില്ല, ആരോഹോ ടീമിൽ തന്നെ തുടരും, പുള്ളി അൺടച്ചബിൾ ആണെന്നുള്ള ന്യൂസ് വരുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു ന്യൂസും കേൾക്കുന്നുണ്ട്. ഇതിൽ ഏതാണ് ബ്രോ സത്യം? ഇറ്റാലിയൻ മീഡിയസ് ആണ് ഈ ന്യൂസ് ഇപ്പൊ പുറത്തു വന്നേക്കുന്നത്. അതിന് എന്തോരം ക്രെഡിബിലിറ്റി ഉണ്ടെന്ന് അറിയില്ല. പക്ഷെ അത് ചാൻസ് കുറവാണ്. ബിക്കോസ് റാഫേൽ ലിയോ ഞങ്ങൾക്ക് താല്പര്യമുള്ള പ്ലെയർ ആണെങ്കിലും ഞങ്ങളുടെ ടോപ്പ് പ്രയോറിറ്റിയിലുള്ള പ്ലെയർ ഒന്നും അല്ല. പിന്നെ ഒത്തിരി പ്ലെയേഴ്സ് ഇപ്പൊ ബാഴ്സലോണയിൽ കളിക്കണമെന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അതായത് ലൂയിസ് ഡിയേഴ്സിന് ബാഴ്സലോണയിലേക്ക് വരാൻ താല്പര്യമുണ്ട്, നിക്കോ വില്യംസിന് വരണമെന്നുണ്ട്, റാഷ്ഫോർഡ് ആണെങ്കിൽ എന്നെ കൂടെ കൊണ്ടുപോകും ചേട്ടാന്ന് പറഞ്ഞ പോലെയാണ് നിൽക്കുന്നത്. അതെ, ഒരുപാട് റൂമേഴ്സ് വരുന്നുണ്ട്. അതെ. ബ്രോ, മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഹാൻസി ഫ്ലിക്കിന്റെ ഫസ്റ്റ് സീസൺ പുള്ളി കളർഫുൾ ആയിരുന്നു. എന്താ പറയുന്നത്, ലീഗ് അടിച്ചു, ഡൊമസ്റ്റിക് കപ്പ് അടിച്ചു, ചാമ്പ്യൻസ് ലീഗിൽ നല്ലൊരു റണ്ണായിരുന്നു. സാധാരണ ക്വാർട്ടർ ഫൈനലൊക്കെ എത്തുമ്പോൾ പ്രശ്നം ഉണ്ടാകുന്ന ഇത് മുമ്പോട്ട് പോയി, നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. അടുത്ത സീസണിൽ പുള്ളിക്ക് ഏത് തരത്തിലുള്ള ഒരു സപ്പോർട്ടായിരിക്കും ബോർഡിന്റെ സൈഡിൽ നിന്ന് കൊടുക്കുക? എസ്പെഷ്യലി ആ ഒരു ചാമ്പ്യൻസ് ലീഗ് കൂടിയാണ് ഇനി നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു മൈനസ് പോയിന്റ് എന്ന് പറയുന്നത്. ഈ സീസണിലെ എല്ലാ ബാഴ്സലോണ ഫാൻസും എനിക്ക് തോന്നുന്നു ഒരു മജോറിറ്റി ഫാൻസും എക്സ്പെക്ട് ചെയ്തതിനേക്കാളും മുകളിൽ ഹാൻസി ഫ്ലിക്കിന്റെ ബാഴ്സലോണ പെർഫോം ചെയ്തു. അതായത് ചാമ്പ്യൻസ് ലീഗില് സെമി എത്തുക എന്ന് പറയുന്നത് ഒരു വലിയ അച്ചീവ്മെന്റ് ആണ്. കാരണം കഴിഞ്ഞ 4 സീസണിൽ 2 സീസണിലും യൂറോപ്പ ലീഗ് കളിച്ചൊരു ടീമാണ്. അപ്പൊ ആ ടീം ഈ 4 സീസണിന്റെ ഉള്ളിൽ പെട്ടെന്നൊരു ജമ്പ് നടത്തി സെമി ഫൈനലിൽ എത്തുക എന്ന് വലിയ അച്ചീവ്മെന്റ് തന്നെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മളിപ്പോ ഫൈനലിൽ എത്തിയാൽ നമുക്ക് ഫൈനൽ അടിക്കാനുള്ള ഒരു 100% നമ്മൾ ഡിസേർവ്ഡ് കപ്പടിക്കാനുള്ള ഒരു ടീമൊന്നും ആയിരുന്നില്ല. സെമി ഫൈനൽ വരെ എത്തിയത് ലൈക്ക് എ ബിഗ് അച്ചീവ്മെന്റ്. പിന്നെ നമ്മൾ ലാലിഗ നേടി, ഡൊമസ്റ്റിക് കപ്പുകളെല്ലാം നേടി.
അപ്പോ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ മുകളിലുള്ള ഒരു പെർഫോമൻസ് ആണ്. എനിക്ക് തോന്നുന്നു ആഹ് ഹാൻസി ഫ്ലിക്കിന് വേണ്ട 1-2 സൈനിങ്സ് ആണ് ഇപ്പോ ബാഴ്സലോണ നടത്തുന്നത്. പ്രത്യേകിച്ച് ഇപ്പൊ ഗോൾ കീപ്പറിനെ സൈൻ ചെയ്തു ജോൺ ഗാർസിയ. നമുക്കറിയാം ഏത് ടോപ്പ് ടീമിനും UCL കളിക്കുന്ന ഏത് ടോപ്പ് ടീമിനും ഒരു ടോപ്പ് ക്വാളിറ്റി ഗോൾ കീപ്പർ ഉണ്ട്. ഇപ്പൊ ലാസ്റ്റ് PSG ആണെങ്കിൽ ഡൊറൂമ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ററിനാണെങ്കിൽ ടോപ്പ് ക്വാളിറ്റി ഗോൾ കീപ്പർ ആയിരുന്നു. അപ്പൊ അതുപോലെ ഒരു ഗോൾ കീപ്പർ നമുക്കുണ്ടായിരുന്നില്ല. അപ്പൊ ടെർസ്റ്റേഗൻ ആണെങ്കിലും ടെർസ്റ്റേഗന് ലാസ്റ്റ് 2-3 സീസണായിട്ട് ഫോം ഡിപ്പാണ്. പിന്നെ ഇഞ്ചുറി ഒക്കെയാണ്. പിന്നെ ഇന്ന് വരെ ടെർസ്റ്റേഗന്റെ കയ്യിൽ നിന്ന് ഒരു മാസ്റ്റർ പീസ് ഐറ്റം ഒന്നും നമ്മൾ UCL കണ്ടിട്ടില്ല. അങ്ങനെ നമ്മൾ വാവ് എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് സേവ് ചെയ്യുന്നത് പ്രത്യേകിച്ച് UCLന്റെ ഈ ബിഗ് മാച്ചസിൽ ക്വാർട്ടർ ഫൈനൽ സെമി ഒക്കെ മാച്ചസിൽ. അപ്പൊ അതുപോലെ നമുക്ക് പെർഫോം ചെയ്യുന്ന ഒരു ഗോൾ കീപ്പർ ഇമ്പോർട്ടന്റ് ആയിരുന്നു UCLൽ പെർഫോം ചെയ്യണമെങ്കിൽ. അതിനു വേണ്ടി ജോൺ ഗാർസിയനെ കൊണ്ടുവന്നു. പിന്നെ ലാസ്റ്റ് സീസണിലെ ഒരു വീക്ക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറ്റാക്കിംഗ് തേർഡിലുള്ള 3 പ്ലേയേഴ്സ് കിടിലിനാണെങ്കിൽ അവർക്കൊരു ബാക്കപ്പ് ആയിട്ട് അല്ലെങ്കിൽ അവരൊന്ന് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഇറങ്ങണമെങ്കിൽ ഒന്നും ആ ക്വാളിറ്റിയിലുള്ള ഒരു പ്ലെയർ ഉണ്ടായിരുന്നില്ല. അപ്പൊ നിക്കോ വില്യംസോ അല്ലെങ്കിൽ ലൂയിസ് ഡിയാസോ വരുന്നതോടുകൂടി എനിക്ക് തോന്നുന്നു ആ ഒരു പ്രോബ്ലം നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. അതെ, ഇപ്പോ യങ്സ്റ്റേഴ്സിനെ പറ്റി ചോദിക്കണം. യമാലിന് പുതിയൊരു കോൺട്രാക്ട് കൊടുത്തിട്ടുണ്ട്. പുള്ളി എനിക്ക് തോന്നുന്നു ഒരു വലിയൊരു പ്രൊഫഷണൽ കോൺട്രാക്ട് സൈൻ ചെയ്യാൻ പോവാണ്. പുള്ളിയുടെ റിലീസ് ക്ലോസ് ഒക്കെ മില്യൺസ് ആണെന്ന് കേൾക്കുന്നുണ്ട്. എത്ര എക്സാക്റ്റ് അറിയത്തില്ല. അപ്പൊ എന്തായാലും പുള്ളി ഏതായാലും ഉണ്ട്. പെഡ്രി അതേപോലെ തന്നെ വലിയൊരു കോൺട്രാക്ട് ഇപ്പോൾ അടുത്താണ് സൈൻ ചെയ്തിട്ടുള്ളത്. ഗാവിയുടെ കാര്യം അതുപോലെ തന്നെയാണ്. പിന്നെ വേറെ ഏതെങ്കിലും അക്കാഡമി പ്ലേയേഴ്സ് നിങ്ങളുടെ ലിസ്റ്റിലുണ്ടോ? അല്ലെങ്കിൽ ഈ പ്ലേയേഴ്സ് തന്നെയായിരിക്കും നെക്സ്റ്റ് സീസണിൽ ഒരു പ്രൈമറി ടാർഗറ്റ് ആയിട്ടുള്ളത്? ഞങ്ങളിപ്പോ കൂടുതൽ സൈനിങ്ങിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് ബോർഡ് കൊടുക്കുന്നതെന്ന് ഞാൻ കേട്ടത് റിന്യൂവൽസിനൊക്കെയാണ്. ഇപ്പൊ നിലവിലുള്ള പ്ലേയേഴ്സിന് ലോങ് ടേം കോൺട്രാക്ട് കൊടുത്ത് അവരെ മാക്സിമം കീപ്പ് ചെയ്യാൻ പാകത്തിന്. പിന്നെ മിഡ്ഫീൽഡിൽ ഒരു സൈനിങ് നടത്തണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മിഡ്ഫീൽഡിൽ ഞങ്ങൾക്ക് ഒത്തിരി നല്ല ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ വേണ്ടത് ഡിഫൻസിലാണ്. വിങ് ബാക്സിൽ ഞങ്ങൾ കഴിഞ്ഞ തവണ പ്രത്യേകിച്ച് ലാസ്റ്റ് സ്റ്റേജിലൊക്കെ എത്തിയപ്പോൾ അവിടുത്തെ ഡെപ്തിന്റെ കുറവ് ഞങ്ങൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തിരുന്നു. അപ്പൊ അവിടെ സൈനിങ് നടത്തും. പക്ഷെ എനിക്ക് ചാൻസ് ഉണ്ട്. ബിക്കോസ് ഇപ്പൊ തന്നെ ലാലിഗയുടെ പ്രസിഡന്റ് ടെബാസ് പറഞ്ഞത് ബാഴ്സലോണയ്ക്ക് ആര് വേണമെങ്കിലും സൈൻ ചെയ്യാം, അതിന് പ്രശ്നമില്ല. രജിസ്റ്റർ റേഷനിലേക്ക് വരുമ്പോഴാണ് കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടാവുന്നത്. അപ്പൊ അതിപ്പോഴും സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് സീസണിൽ ഉണ്ടായിരുന്ന അത്രയും പ്രശ്നം ഈ സീസണിൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കാരണം ഫിനാൻഷ്യലി ഞങ്ങൾ കുറച്ചും കൂടെ ബെറ്റർ ആണ്. അപ്പോ ഞങ്ങൾ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവരെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നുണ്ട്. കഴിഞ്ഞ തവണത്തെ പോലെ ഡിലേയോ അല്ലെങ്കിൽ ഇഷ്യൂസ് ഒന്നും അത്രയും ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. അതെ, മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നിങ്ങളുടെ റിവൈവൽ ആയിട്ടുള്ള റയലിനെ പറ്റിയിട്ടാണ്. അവിടെ സാബി അലോൺസോ വന്നിട്ടുണ്ട്. പുള്ളിയുടെ ഫസ്റ്റ് സീസണാണ്. അവിടെ ലെവർകൂസനിൽ നല്ലൊരു എക്സ്പീരിയൻസും കപ്പൊക്കെ അടിച്ചിട്ടാണ് ലീഗിലേക്ക് വരുന്നത്. പുള്ളി മുമ്പ് എന്താ പറയുന്നത് കളിച്ചിട്ടുള്ള ക്ലബ്ബാണ്. പക്ഷേ ക്ലബിന്റെ ഇപ്പോഴത്തെ ഒരു സ്റ്റാർട്ടറൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് വേണ്ടിയിട്ട് പ്ലേയേഴ്സിനൊക്കെ സൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്രോ, എന്താണ് നിങ്ങൾക്ക് ഫസ്റ്റ് സീസൺ തന്നെ ഒരു ടഫ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ റയലിന്റെ സൈഡിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? റയൽ മാഡ്രിഡ് ഏത് സീസണിലും ടഫാണ്. പിന്നെ അവര് പ്രത്യേകിച്ച് അവർ ഒരു സീസണിൽ ഒന്ന് പിന്നോട്ട് പോവുകയാണെങ്കിൽ അടുത്ത സീസണിൽ നന്നായിട്ട് എല്ലാ വർഷവും അവര് നല്ല രീതിയിൽ ജമ്പ് ചെയ്ത് വരുന്നതാണ്. അപ്പൊ അതുപോലെ തന്നെ അവർ ഒത്തിരി സൈനിങ്സ് ഡിഫൻസിൽ നടന്നു, പുതിയ കോച്ചിനെ കൊണ്ടുവന്നു. പിന്നെ സാബി അലോൺസോയ്ക്ക് പറ്റിയ ഒരു സ്ക്വാഡാണ് റയൽ മാഡ്രിഡിനുള്ളത്. എനിക്ക് തോന്നുന്നു നല്ലൊരു കോമ്പറ്റീഷൻ ആയിരിക്കും. യൂറോപ്പിലും റയൽ മാഡ്രിഡ് നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ലാസ്റ്റ് സീസണിൽ അവർക്കൊന്നും നേടാൻ പറ്റിയില്ല. ബട്ട് ഈ സീസണിൽ അവർ അതിന്റെ എല്ലാം കളഞ്ഞ് നല്ല രീതിയിൽ തന്നെ പ്ലാൻ ചെയ്താണ് വരുന്നത്. ടഫ് കോമ്പറ്റീഷൻ എല്ലാം ബാഴ്സലോണയ്ക്ക് മാത്രമല്ല യൂറോപ്പിലെ എല്ലാ ടീമിനും എക്സ്പെക്ട് ചെയ്യാം. അത് അവസാനത്തെ ക്വസ്റ്റ്യൻ ലെവൻഡോസ്കിനെ പറ്റിയിട്ടാണ്. ബ്രോ, പുള്ളിക്കൊരു ഇഞ്ചുറി പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ചില മത്സരത്തിലൊക്കെ കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. ചില മത്സരത്തിൽ പുള്ളിക്ക് ഇഞ്ചുറി ഒക്കെ കഴിഞ്ഞ് വന്നുകൊണ്ടാവും അതുപോലുള്ള പെർഫോമൻസ് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. അടുത്ത സീസണിൽ ഒരു ഫുൾ സീസൺ പുള്ളിക്ക് കളിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ഡോണ്ട് നോ ഫോർ ഷുവർ. ചിലപ്പോൾ റീക്കറിങ് ഇഞ്ചുറിയും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു പ്രൈമറി ഓപ്ഷൻ ഇപ്പോഴും ലെവൻഡോസ്കി തന്നെയാണോ? അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചിലപ്പോൾ സർപ്രൈസിംഗ് ആയിട്ട് സ്റ്റാർട്ടിംഗ് ലെവലിലേക്ക് കൊണ്ടുവരാൻ ചാൻസ് ഉണ്ടോ? ലെവൻഡോസ്കിക്ക് 3+1 ഇയർ കോൺട്രാക്ട് ഉണ്ട്. അപ്പൊ എന്തായാലും ലെവൻഡോസ്കി ഈ സീസണും കൂടെ കളിക്കും. പിന്നെ പ്രത്യേകിച്ച് ഇപ്പൊ സ്ട്രൈക്കർ മാർക്കറ്റ് അറിയാലോ. ലെവൻഡോസ്കി പോവുകയാണെങ്കിൽ തന്നെ അതിന് ആ ഒരു ടോപ്പ് ക്വാളിറ്റിയിൽ ഇപ്പൊ ലെവൻഡോസ്കി 37 വയസ്സിൽ കളിക്കുന്ന യങ് സ്ട്രൈക്കേഴ്സ് യൂറോപ്പിൽ കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ലെവൻഡോസ്കി ഒരു സീസണും കൂടെ മാക്സിമം നിൽക്കാനാണ് ചാൻസ്. പിന്നെ ലെവൻഡോസ്കിയുടെ ഫോമില് പ്രായത്തിന്റേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കാരണം പുള്ളി ഒത്തിരി ചാൻസ് മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതുപോലെ തന്നെ ഗോളും അടിക്കുന്നുണ്ട്. ഇപ്പൊ ലാസ്റ്റ് സീസണിൽ തന്നെ യൂറോപ്പിലെ ടോപ്പ് സ്ട്രൈക്കർ ഒരാളായിരുന്നു ലെവൻഡോസ്കി. അപ്പൊ ആ ഒരു ഫോം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ധാരാളമാണ്. പിന്നെ ഫെറാൻ ടോറസും ലാസ്റ്റ് ഈ സീസണിലെ
ഏറ്റവും അവസാന സ്റ്റേജിലേക്ക് എത്തിയപ്പോൾ നന്നായിട്ട് പെർഫോം ചെയ്തിരുന്നു. അപ്പൊ അതൊക്കെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അത് വെച്ച് തൽക്കാലം സീസൺ ഓടിക്കാമെന്നായിരിക്കും ബോർഡ് കരുതുന്നത്. പിന്നെ ഞാൻ കേട്ട റൂമർ എന്ന് പറഞ്ഞാൽ അടുത്ത സീസണിൽ ജൂലിയൻ അൽവാരസിനെ സൈൻ ചെയ്യാനായിട്ട് ബാഴ്സ പ്ലാൻ ചെയ്യുന്നുണ്ട് ലെവൻഡോസ്കി പോയി കഴിയുമ്പോൾ. കാരണം ലെവൻഡോസ്കി പോകുമ്പോൾ ഒരു മാസീവ് സാലറി ടോട്ടൽ വേജ് ബില്ലിൽ നിന്ന് കുറയുവാണ്. അപ്പൊ ആ ഒരു ഗ്യാപ്പിൽ ജൂലിയൻ അൽവാരസിനെ രജിസ്റ്റർ ചെയ്യാം, സൈൻ ചെയ്യാം എന്ന പ്രതീക്ഷയിലാണ് ബോർഡ് ഇരിക്കുന്നത് എന്നാണ് ഞാൻ കേട്ടത്. ഓക്കെ ബ്രോ, അപ്പോ താങ്ക് യു സോ മച്ച്. നല്ലൊരു ഡിസ്കഷൻ ആയിരുന്നു. നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒന്നുകൂടെ കാണാം. അപ്പോഴേക്ക് Okay. ട്രാൻസ്ഫർ മാർക്കറ്റ് ഒക്കെ ഒന്ന് സെറ്റിൽ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. Okay, bro. See you.